കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക എന്ന തത്വത്തിൽ നിന്ന് പോലീസ് മാറിപ്പോയതിനാൽ ഞാൻ ജോലി രാജിവെക്കുന്നു. പകരം ദാവൂദ് ഇബ്രാഹിമിനൊപ്പം ചേരുന്നു. AAPയുടെ മുഖമായിരുന്ന രാഘവ് ചദ്ദയുടെ BJP പ്രവേശനത്തിൽ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത പൊളിറ്റീഷ്യനും സാമൂഹിക പ്രവർത്തകനും നടനുമായ പ്രകാശ് രാജ്. താൻ ഇതുവരെ എതിർത്തിരുന്ന പാർട്ടിയിലേക്ക് തന്നെ രാഘവ് ചദ്ദ ചേക്കേറിയതിനെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങിൽ ചേരുന്നതിനോടാണ് പ്രകാശ് രാജ് ഉപമിച്ചത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും മറ്റുമായി ചദ്ദയ്ക്കെതിരെ ധാരാളം പേർ ഇത്തരത്തിൽ പല വിമർശനങ്ങളും ഉപമിക്കുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ചദ്ദയ്ക്കെതിരെ വൻ പ്രതിഷേധവുമാണ് ഉയർന്നു വരുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അൺഫോളോ ചെയ്തത്. പഞ്ചാബിൽ നിന്നുള്ള മറ്റ് 6 രാജ്യസഭാ MP-മാരും ചദ്ദയ്ക്കൊപ്പം BJPയിൽ ചേർന്നോടെ പഞ്ചാബ് സർക്കാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുൻപ് BJPയെ ഗുണ്ടകളുടെ പാർട്ടി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു രാഘവ് ചദ്ദ. ഈ വൈരുദ്ധ്യത്തെ കൂടെയാണ് പ്രകാശ് രാജ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ കടന്നാക്രമിച്ചത്. നിമിഷങ്ങൾക്കകം തന്നെ ഈ പോസ്റ്റ് വൈറലായി മാറുകയും ചെയ്തു. ഇനി സോഷ്യൽ മീഡിയയിൽ ചദ്ദ നേരിടുന്നത് സമാനതകളില്ലാത്ത മറ്റൊരു പ്രതിഷേധമാണ്. രാഷ്ട്രീയ മാറ്റം ചദ്ദയ്ക്ക് വലിയ തരത്തിലുള്ള ഡിജിറ്റൽ തിരിച്ചടി കൂടെ നൽകിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്ന ചദ്ദ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇപ്പോൾ വലിയ തകർച്ചയാണ് നേരിടുന്നത്. ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേരാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്തത്. അൺഫോളോ രാഘവ് ചദ്ദ എന്ന #, ഇപ്പോൾ എക്സിലും ഇൻസ്റ്റഗ്രാമിലും ട്രെൻഡിങ് ആണ്. ഇതിനു പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും താൻ മുൻപ് വിമർശിച്ച വീഡിയോകളെല്ലാം അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതും യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇമേജിൽ വലിയ രീതിയിൽ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. കേവലം വ്യക്തിപരമായ മാറ്റമല്ല പഞ്ചാബിൽ നടക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. ഇതിന് പിന്നിൽ വലിയ കൃത്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് പാർട്ടി ആരോപിക്കുന്നത്. പഞ്ചാബിലെ മറ്റു രാജ്യസഭാ MP-മാർ കൂടി ഒറ്റയടിക്ക് BJPയിൽ ചേരുന്നത് BJPയുടെ ഓപ്പറേഷൻ താമരയുടെ ഭാഗമാണ് എന്നാണ് AAP നേതാക്കളുടെ വിമർശനം. ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും പണം വാഗ്ദാനം ചെയ്തുമാണ് BJP തങ്ങളുടെ പാളയത്തിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. പഞ്ചാബിലെ AAP സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇതെന്നും ഇതിന് പിന്നിൽ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്ന ചൊല്ല് ശരിവെക്കുന്ന രീതിയിലാണ് പഞ്ചാബിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ. Waytonikah.com, the exclusive Muslim matrimonial site.